ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നടത്തുന്ന രക്തദാന ക്യാമ്പാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് വീഡിയോസുകളും അതിൻ്റെ വീഡിയോകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ വീഡിയോ കാണാം. സാറ് 69 തവണ രക്തം കൊടുത്ത് ഇത്തവണ ഇങ്ങനെ കൊടുത്തിരുന്നു. 69ാമത്തെ തവണ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട MLA മുദ്രസാദ് പൊന്നാട് അണിയിക്കുന്ന ഒരു ചടങ്ങിനാണ്. അതോടെ സാറിനെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കും. ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷീന, അതുപോലെ തന്നെ സൂപ്രണ്ട് ഡോക്ടർ ഗുരുദാസ്, സംഘടനയുടെ ഭാരവാഹികൾ ഡോക്ടർ അനൂപ്, ഡോക്ടർ സെൽവാനി, അതുപോലെ തന്നെ ലേ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ബിന്ദു കെ, ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള സുമേഷ് കോട്ടക്കൽ, പ്രമോദ് പുരഞ്ചി, സഹോദരന്മാർ, നേരം വൈകി വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മഹത്തായ പരിപാടിക്ക് തുടക്കം കുറിച്ച ദിവസമാണ്. പ്രത്യേകിച്ച് ധാരാളം സ്ത്രീകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരിമാരോടുള്ള കേരളത്തിൻ്റെ ആദരവ് സൗജന്യ ബസ് യാത്ര നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അതൊരു നല്ല തുടക്കമാണ്. ലോക്കൽ KSRTCയിലല്ലേ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ പലരും പറയുന്നുണ്ടാവും. അങ്ങനെയെങ്കിലും തുടങ്ങിയിട്ടൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ലോക്കൽ ബസ്സുകളിൽ, ടൗൺ ടു ടൗൺ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ എങ്ങോട്ടാണെങ്കിലും സൗജന്യമായി യാത്ര ചെയ്യുന്ന പരിപാടിക്ക് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മഞ്ചേരിയിൽ വന്നു പോകുന്ന KSRTC ബസ്സുകളിലുമുള്ള സൗജന്യ യാത്രയുടെ തുടക്കം കുറിക്കാനാണ് ഞാൻ പണ്ടേ പഠിച്ചക്കാർ കേട്ടതിനൊക്കെ മറുപടി പറയേണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അതിനൊന്നൊരു മറുപടി അറിയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പരിപാടിയുടെ തുടക്കം കുറിക്കാൻ അല്പസമയം അവിടെ നിന്നതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെടാൻ അല്പം വൈകിയത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കാണും. ഏറ്റവും ജീവകാരുണ്യപരമായ ഒരു പ്രവർത്തനത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഇത് നമ്മുടെ നല്ല മനസ്സിൻ്റെ തുടക്കമാണ്. നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ സഹോദരന്മാരോട്, മറ്റെല്ലാവരോടുമുള്ള നമ്മുടെ ഉദാര മനസ്സിന്, ജീവകാരുണ്യ മനസ്സിന് നല്ല തുടക്കമാണ്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ രക്തം കൊടുക്കുക എന്നുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. അത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാം ആദരവും സമർപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നമ്മുടെ നാടിൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ഔപചാരികമായി തുടക്കം കുറിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹത്വത്തിയായ നമ്മുടെ പ്രഭുത്വമുള്ള സ്ഥാപനം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വേദനാജനകരമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ക്ഷമ ചോദിക്കുകയും എന്നും ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ സംഘടന ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലാമേളയായ ഞങ്ങൾക്കെന്നും ഒരു വേദി
പങ്കിട്ട് നൃത്തം ചെയ്യണമെങ്കിൽ അതിന് ഞങ്ങൾ വേണം. പക്ഷെ നമുക്കൊരു ഗവൺമെന്റിൽ നിന്നൊന്നും നമുക്ക് ഇതുവരെ ഒന്നും നേടി തന്നിട്ടില്ല. ഞങ്ങൾ മഞ്ചേരി മലപ്പുറം ജില്ലയിൽ 250 മെമ്പർമാരെടുത്ത് നമ്മളെ മെമ്പർമാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചാരിറ്റി ഫണ്ട് നൽകുന്നു, നമ്മൾ രക്തദാനം നൽകുന്നു, സോഷ്യൽ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നു. അതിലുപരി ഇന്നത്തെ ഈ ഒരു മഹത് വ്യക്തി നമ്മളോടൊപ്പം വന്നതും നമ്മളെ സൂപ്രണ്ട് സാറും അതുപോലെ നമ്മളെ മറ്റെല്ലാ സ്റ്റാഫും നമ്മളോടൊപ്പം ഇന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇനി ഇത്രയും ഒരു ആഘോഷമായ രക്തദാനം നടത്താമെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് എന്നും ഇനി മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കൂടെ ഉണ്ടാവും എന്ന് ഈ കാര്യത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നമ്മളെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ AKDTO നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമായ പ്രമോദ് തൃപ്പച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിന്ദു മേഡം 2 വാക്ക് സംസാരിച്ചിട്ട് നന്ദിയിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട MLA റഹ്മത്തുള്ള സാർ, വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക രക്തദാന ദിവസമാണല്ലോ. ഈ പരിപാടി സംഘടിപ്പിച്ച ആൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷന് ഞാൻ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. രക്തദാനം മഹാദാനം എന്നാണ്. അപ്പൊ എല്ലാവരും ആരെങ്കിലും രക്തം ചെയ്യുമ്പോൾ ഒരാൾ രക്തം ചെയ്താൽ അത് 4 പേരുടെ ജീവൻ രക്ഷിക്കും. അതെല്ലാവർക്കും അറിയുമല്ലോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പണമായിട്ടൊന്നും ആർക്കും കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ ആരോഗ്യമുള്ള ഒരാള് രക്തം ദാനം കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രവൃത്തിയാണ്. അത് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ആൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. നൃത്താധ്യാപകർ ഇതുപോലുള്ള പുണ്യമായ ചടങ്ങുകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഘടിപ്പിച്ചു തന്നു. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി ഇവിടെ പ്രാർത്ഥന ആലപിച്ച വിജയലക്ഷ്മി ടീച്ചർക്ക് ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ ഒരു വേദി സമ്പൂർണ്ണമാക്കിയ സ്വാഗതകൻ സെക്രട്ടറി ശ്രീ സുമേഷ് അവർക്കും ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ ഒരു ചടങ്ങ് കൺട്രോൾ ചെയ്ത അധ്യക്ഷൻ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ശിവദാസ് മാസ്റ്റർക്കും നന്ദി അറിയിക്കുന്നു. ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഒരു വേദി മഹനീയമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട MLA റഹ്മത്തുള്ള സാറിനും സ്നേഹപൂർവ്വം ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. അതുപോലെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് സമ്പൂർണ്ണമാക്കിയ ഡോക്ടർ ഷീന അവർകൾ, അതുപോലെ ഡോക്ടർ സൽവ അലി, അതുപോലെ പ്രബുദ്ധ സാർ, എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. ഒപ്പം ഡോക്ടർ അനൂപ് സർ, മുജീബുറഹ്മാൻ സർ, അതുപോലെ ബിന്ദു മേഡം, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഈ ഒരു വേദി ഇവിടെ ഒരുക്കി തന്ന മറ്റുള്ള ഹോസ്പിറ്റലിലെ എല്ലാ വിശിഷ്ട സാന്നിധ്യങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കട്ടെ. ഒപ്പം ബ്ലഡ് ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ്റെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.